സ്വന്തമായിട്ടൊരു ബിസിനസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ നമ്മളിൽ പലരും. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ് നമ്മുടെ മോം ഓർഗാനിക്. ഇന്ന് നമുക്ക് ഓർഡറുള്ള സോപ്പുകളാണ് കേട്ടോ ഞാനിവിടെ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. 5 kg സോപ്പ് ബേസിലാണ് ഞാൻ ഈ സോപ്പുകളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഇത്രയും ഓർഡർ കിട്ടാൻ തന്നെ കാരണം നമ്മുടെ സോപ്പിൻ്റെ ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ സോപ്പുകൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓർഡറുകൾ കിട്ടും കേട്ടോ. അപ്പോൾ ദേ നമ്മൾ ഇന്ന് സോപ്പ് മേക്ക് ചെയ്യാൻ പോകുന്നത് പിയേഴ്സിൻ്റെ കളറും അതുപോലെ തന്നെ ഫ്രാഗ്രൻസും വെച്ചിട്ടുള്ള സോപ്പുകളാണ്. നല്ല രീതിയിൽ നമുക്ക് മൂവിങ് ഉള്ള ഒരു സോപ്പാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് സോപ്പ് ബേസ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പ്രീമിയം ക്വാളിറ്റി ബേസുകളാണ് ചൂസ് ചെയ്യാറുള്ളത്. നമുക്ക് റേറ്റ് കുറവിൻ്റെയും ബേസുകൾ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ ഞാനൊരു തവണ പോലും നല്ല ബേസ് അല്ലാതെ ലോക്കൽ ബേസ് വെച്ചിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല ഐറ്റംസ് കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഒരു തവണ വാങ്ങിച്ചവർ പിന്നെയും നമ്മുടെ കയ്യിൽ നിന്ന് സോപ്പുകൾ മേടിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ സോപ്പുകൾ നിങ്ങൾക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനാണെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് സോപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ സോപ്പുകൾ കൊടുക്കാറുള്ളത് കേട്ടോ. നമുക്ക് പല ടൈപ്പ് സ്കിന്നുകളായിരിക്കും വരിക. സെൻസിറ്റീവ് സ്കിന്നുകാരുണ്ടാവും, അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാരുണ്ടാവും, ഡ്രൈ സ്കിന്നുകാരുണ്ടാവും, നോർമലി സ്കിന്നുകാരുണ്ടാവും. അപ്പോൾ ഏത് സ്കിൻ ടൈപ്പ് ആണെന്ന് നമ്മൾ അറിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഓരോരുത്തർക്കുള്ള സോപ്പ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ പ്രത്യേകം പറയണം നിങ്ങൾക്ക് ഏത് സോപ്പാണ് വേണ്ടത് എന്ന് കേട്ടോ. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സോപ്പുകൾ സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സോപ്പ് മേക്കിംഗ് കിറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സോപ്പ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സോപ്പ് മേക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് നമ്മുടെ സോപ്പ് ബേസുകൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാമെന്നൊന്നും അറിയുണ്ടാവില്ല. അവർക്കായിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോസിലും പറയുന്നത് കേട്ടോ. 10 രൂപ കൂടുകയാണെങ്കിൽ നമ്മൾ പ്രീമിയം ക്വാളിറ്റി ബേസിൽ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ പതിയും കട്ടിയും ഒക്കെ ഉണ്ടാവും. ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കുന്ന കുറേ കസ്റ്റമേഴ്സ് നമ്മളോട് പറയാറുണ്ട് ബേസിന് കട്ടിയില്ല പതയില്ല എന്നൊക്കെ. അത് ആ ബേസിൻ്റെ ക്വാളിറ്റി കുറവുകൊണ്ടാണ് കേട്ടോ. SF ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ബേസ് വെച്ചിട്ട് വേണം നമ്മൾ സോപ്പ് എപ്പോഴും മേക്ക് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. 5 kg കൊള്ളുന്ന പാത്രം നമുക്കില്ല കേട്ടോ. അപ്പം ഞാൻ 2 kg ഒരു പാത്രത്തിലും 3 kg വേറെ പാത്രത്തിലുമാണ് കേട്ടോ വെക്കുന്നത്. അപ്പം നമുക്ക് 2 kg വെച്ച പാത്രത്തിൽ ബേസ് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കണം, വൈറ്റമിൻ ആഡ് ചെയ്ത് കൊടുക്കണം, അതുപോലെ തന്നെ നമുക്ക് ഫ്രാഗ്രൻസും കളറും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് 2 kg ആവുമ്പോൾ ഫ്രാഗ്രൻസ് 20 ml, വെജിറ്റബിൾ ഗ്ലിസറിൻ നമുക്കൊരു 10 ml അല്ലെങ്കിൽ 15 ml ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റമിനിയുടെ ഓയിൽ ആണെങ്കിൽ 0.5 ml ആഡ് ചെയ്ത് കൊടുക്കാം. ടാബ്ലറ്റ് ആണെങ്കിൽ ഒരു 6-7 എണ്ണമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ഏതാണെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കളറ് നമുക്ക് എത്രയാണ് ആവശ്യത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 3 kgയുടെ അളവിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ 2 kgയുടെ അളവാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ 5 kg ഒരുമിച്ച് ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ അളവുകൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തരാമേ. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് 80 ഗ്രാമിൻ്റെ സോപ്പുകളാണ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഓരോ കരണ്ടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 80 ഗ്രാമാണ് കേട്ടോ വരിക. പിന്നെ ഇതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ബബിൾസ് ഒക്കെ നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാറിക്കിട്ടും കേട്ടോ. അപ്പം ഇനി ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പുകളെല്ലാം സെറ്റായിട്ട് കിട്ടും. പിന്നെ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മഴയുടെ സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ടാവുന്നറിയില്ല. അപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പുകളെല്ലാം സെറ്റായി കിട്ടി കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. 80 ഗ്രാമിൻ്റെ സോപ്പുകളാണ് കേട്ടോ ഇതെല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം മോൾഡിൽ നിന്ന് എടുക്കാം കേട്ടോ. ഇതെല്ലാം ഇന്ന് നമുക്ക് പാക്ക് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കൊടുക്കാനുള്ള ഐറ്റംസ് ആണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ സോപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ബിഗിനേഴ്സിന് ആവശ്യമായിട്ടുള്ള കിറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കിറ്റുകളായിട്ടാണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഓരോ ഐറ്റംസ് ആയിട്ടാണെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വരടിയത്താണ്. നിങ്ങൾക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് എല്ലാ പ്രോഡക്റ്റുകളും മേടിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഒന്നും ആവശ്യം വരില്ല കേട്ടോ ഷോപ്പിൽ വന്ന് എടുക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഷിപ്പിംഗ് ചാർജൊക്കെ പോസ്റ്റ് ഓഫീസിലൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബൈ.